കൊല്ലം കൊട്ടാരക്കരയിൽ ട്രാൻസ്ജെൻഡേഴ്സ് നടത്തിയ സമരത്തിനിടെ പോലീസിന് നേരെ ആക്രമണം നടത്തിയ 25 പേരെ റിമാൻഡ് ചെയ്തു. 2021 ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് 7 ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ എടുത്ത കേസ് അറസ്റ്റ് വാറന്റായിരുന്നു. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യാനെത്തിയതിൽ പ്രതിഷേധിച്ച് നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കള്ളക്കേസ് പിൻവലിക്കണമെന്നായിരുന്നു ട്രാൻസ്ജെൻഡേഴ്സിന്റെ ആവശ്യം. SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രതിഷേധക്കാർ റോഡ് ഉപരോധിച്ചു. പ്രകോപിതരായ പ്രതിഷേധക്കാർ സമീപത്തെ കടയിൽ നിന്ന് സോഡാ കുപ്പികൾ എടുത്ത് പോലീസുകാരെ എറിഞ്ഞു. തുടർന്ന് സംഘർഷമായി. CI ഉൾപ്പെടെയുള്ള പോലീസുകാർക്കും ട്രാൻസ്ജെൻഡേഴ്സിനും പരിക്കേറ്റു. നോർമലില് അവരെ ഡ്രസ്സൊക്കെ അങ്ങ് മാറ്റി, ഡ്രസ്സ് ഈ ടോപ്പും ഉയർത്തി പാൻറ്റും ഒക്കെ ഊരി, അങ്ങനെ അപ്പം ഒരു വൾഗറായിട്ടുള്ള രീതിയിലാണ് അവർ നിന്നത്. അപ്പോൾ നമുക്ക് ആർക്കും അങ്ങോട്ടൊന്നും അടുക്കാൻ പറ്റാത്ത, മെന്നിനും ആർക്കും ഒന്നും അടുക്കാൻ പറ്റാത്ത. കൊട്ടാരക്കര CIയുടെ തലയ്ക്ക് നെറ്റിയിൽ ഒരു 4 സ്റ്റിച്ചുണ്ട്. അത് ഈ സോഡാ കുപ്പി വെച്ച് എറിഞ്ഞ ഒരു പരിക്കാണ്. ബാക്കി SIക്കും ഒരു വനിതാ പോലീസിനും ഒരു പോലീസുകാരനും പരിക്കുണ്ട്. പിന്നെ ചെറിയ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ചെറിയ പരിക്കുകളുണ്ട്. പരിക്കുകൾ CIയുടെ പരിക്ക് വളരെ ഇത്തിരി ഗൗരവമുള്ളതാണ്. അതിനനുസരിച്ച് നമ്മൾ കേസെടുക്കുകയാണ്. അതെ. ഇതിൻ്റെ കാരണം നേരത്തെ ഇവർക്കെതിരെ ഒരു കേസുണ്ടായിരുന്നു. ആ കേസിൻ്റെ ട്രയൽ ഇന്ന് കോടതിയിലുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് സമൻസ് ചെന്നപ്പോൾ ആ സമൻസിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്നലെ DPOയിലേക്ക് SP അദ്ദേഹത്തെ കാണാൻ വരികയും SP അദ്ദേഹം അത് ഇപ്പോൾ ആ എൻക്വയറി പരിഗണിക്കാം, അതൊരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നോക്കാം എന്ന് പറയുകയും ആ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. അതിനൊരു ഓർഡറും അദ്ദേഹം തയ്യാറാക്കിയിരുന്നു. പക്ഷേ ഇന്ന് അവർ കൂടുതൽ വയലൻസായിട്ട് കസ്റ്റഡിയിൽ ഇപ്പോൾ 20ഓളം പേര് കസ്റ്റഡിയിലുണ്ട്. 20ഓളം പേര്.